ഒരു തവണ ടാഗോർ തിയേറ്ററിൽ സംസാരിക്കുമ്പോൾ മുമ്പിലത്തെ വരിയിൽ തന്നെ ഒരു ലോട്ടറി വിൽപ്പനക്കാരൻ ഇരുന്നു. കയ്യിൽ ലോട്ടറിയുടെ വിൽപ്പനക്കാരന്റെ ലോട്ടറി ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അദ്ദേഹത്തിന്റെ മുഖത്തിനൊരു കാര്യം മനസ്സിലാക്കി, എന്നെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എന്ന് മനസ്സിലാക്കി. വായനയുടെ കാര്യത്തിലോ പ്രസംഗത്തിന്റെ കാര്യത്തിലോ ആണെങ്കിൽ. അപ്പൊ സംസാരം തുടങ്ങുമ്പോ ഇത് മുഴുവൻ കേട്ടിരിക്കാൻ സാധ്യതയുള്ള ആളുകളുടെ മുഖത്തേക്ക് നോക്കും. നിങ്ങൾ എന്തു പറഞ്ഞാലും ഞാൻ കേൾക്കും എന്ന ഭാവത്തിൽ സ്നേഹിക്കുന്നവരാണ് അവർ. സംസാരിക്കണു, ഇയാൾ ചിരിക്കുന്നുണ്ട് ഞാൻ ഓരോന്ന് പറയുമ്പോൾ. അങ്ങനെ സംഭാഷണത്തിൽ എന്തോ ഒന്ന് വിശദീകരിക്കുമ്പോൾ ലോട്ടറി ടിക്കറ്റ് ഉണ്ടാക്കുന്ന അപകടം, അബദ്ധം, സമൂഹത്തിനായി ചെയ്യുന്ന ദ്രോഹം പറയാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഞാനത് പറഞ്ഞത് അയാളുടെ മുഖഭാവമായി. അയാള് ലോട്ടറി ടിക്കറ്റ് ആയിരിക്കും അയാളുടെ ഉപജീവനം. ഞാൻ പറയുന്ന മാറ്റർ ശരിയാണ്, ആരും നിഷേധിക്കുന്നില്ല. നിങ്ങൾ എന്തു പറഞ്ഞാലും എന്നെ ബാധിക്കുമെങ്കിൽ ആ പറയുന്നതിനോട് ഞാൻ യോജിക്കില്ല. അയാൾ മുഴുവൻ കേൾക്കാതെ എണീറ്റ് പോയി, അസ്വസ്ഥനായിട്ട്. ഇതുപോലെ സമൂഹം ഇഷ്ടപ്പെടുന്ന രീതിയിൽ സംസാരിക്കുക, അങ്ങനെയുള്ളവരുണ്ട്. പക്ഷെ ചില കാര്യങ്ങൾ സമൂഹം ഇഷ്ടപ്പെട്ടാലും വേണ്ടില്ല, ഇല്ലെങ്കിലും വേണ്ടില്ല, നമ്മുടെ അഭിപ്രായം പറയേണ്ടി വരില്ല. കേൾക്കുമ്പോഴേക്കും തെറ്റും. ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞൊരു കാര്യമാണ്, നമ്മുടെ ദേവാലയങ്ങളിൽ നിന്ന് കരിയും കരിമരുന്നും ഒഴിവാക്കണം. അദ്ദേഹം എത്ര മഹാനാണ്, എത്രയേറെ ചിന്തിച്ചിട്ടായിരിക്കും ഇത് പറഞ്ഞിട്ടുണ്ടാവുക. ദൈവദശകം വായിക്കുന്ന വേദിയിൽ അത് വായിക്കുമ്പോൾ ചില വരികൾ ആലോചിക്കുന്നു. നമ്മുടെ രാജ്യത്ത് നമ്മുടെ കൂടെ ജീവിച്ചിരുന്ന ആളല്ലേ ശ്രീനാരായണ ഗുരു. അതിലത്തെ ഓരോരോ വഴികൾ എന്താണ്, അതിന്റെ ആഴം എന്താണ്, ഡെപ്ത് എന്താണ്. കരിമരുന്നിനോട് എനിക്ക് ഭയങ്കര ഭ്രമം ഉള്ള കാലമുണ്ട്. മിഠായി അല്ലേ കുട്ടികൾ ഇഷ്ടപ്പെടുക. ആ മിഠായി ഇഷ്ടപ്പെടുന്ന പോലെ വെടിക്കെട്ട് എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടമുണ്ടല്ലോ. അന്ന് അച്ഛൻ ഓരോന്നൊക്കെ പറയും, വെറുതെ കാറ്റ് കത്തിച്ച് കളയുകയാണ്. രാവിലെ വേലയ്ക്ക് പിരിവിന് വരും. ആ പിരിവിന്റെ കാര്യത്തിൽ പിന്മാറ്റമില്ല. 1 രൂപയോ 1.5 രൂപയൊക്കെ പിരിവ് കൊടുക്കും. 3 രൂപ വരെ അച്ഛൻ പിരിവ് കൊടുത്തതായിട്ട് ഓർമ്മയുണ്ട്. 3 രൂപയൊക്കെ വലിയ സംഖ്യ. എന്നിട്ട് ഇത് വാങ്ങിയിട്ട് പൊട്ടിക്കും. അത് കാണാനായിട്ട് ആളുകളിരിക്കും. ആ പൊട്ടി തകർന്നിട്ടുള്ള പുക അവിടെ ഇങ്ങനെ രാത്രി ഉറക്കൊഴിച്ചിട്ടാണ് ഇത് കാണുന്നത്. ആ പുക അന്തരീക്ഷം മുഴുവൻ നിൽക്കും. ഈ പുക വേണം, ചില രോഗബീജങ്ങളൊക്കെ നശിക്കാൻ ഈ പുക വേണമെന്നൊക്കെ അശാസ്ത്രീയമായിട്ട് പറഞ്ഞ വ്യക്തികളും ഉണ്ട്. വെടിക്കെട്ട് കഴിയുമ്പോൾ അങ്ങോട്ട് അന്തരീക്ഷം ഒരു ഗന്ധമുണ്ടാവും, അനവധി രോഗബീജങ്ങൾ അതിൽ മാറുന്നൊക്കെ പറയുന്നത് അശാസ്ത്രീയമാണ്. അനവധി രോഗങ്ങൾ ഉണ്ടാകും. പക്ഷെ വേണ്ടുന്നത്ര അറിവില്ലാത്ത ഒരു കാലത്ത്
വെടിക്കെട്ടിന് വേണ്ടി ഉറക്കൊഴിച്ചിട്ടുണ്ട്. ട്രൗസറിട്ട് നടക്കുന്ന പ്രായമാണ്. ഇതിങ്ങനെ ആകാശത്ത് പൊട്ടുമ്പോ അത്രേ ചിന്തിക്കാനുള്ള ബുദ്ധി ഉള്ളൂ. തൃശൂർ പൂരം കാണാനും പോയിട്ടുണ്ട്. ആ രാത്രി മുഴുവൻ സ്വരാജ് റൗണ്ട് കൂടെ നടന്ന് ഒരു 16 വയസ്സേ പ്രായമുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഈ ഗുണ്ടും മമുട്ടും പൊട്ടുകയും അതിന് ചില പ്രത്യേക പേരുകളുണ്ട്. അതീവ മുഴക്കം ഉണ്ടാക്കുന്നതിന്റെ പേരാണ് ഗർഭലസി. ആ പേരന് എത്ര ക്രൂരതയാണ്. ഗർഭിണി ശബ്ദം കേട്ടാൽ ഗർഭത്തെ ശിശു നശിച്ചു പോകുന്നുള്ള അർത്ഥമാണ്. അതൊക്കെ എത്ര നെഗറ്റീവാണെന്ന് ആലോചിക്കുന്നു. പക്ഷെ കുറച്ചും കൂടി പക്വത വന്നപ്പോ മനസ്സിലായി ഇത് കുറച്ച് കടന്ന കല്യാണ്. എന്താണ് കാരണം? നോവൽ എഴുതാൻ വ്യത്യസ്തമായിട്ടുള്ള പശ്ചാത്തലങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്ന കാലം. എന്റെ ഒരു നോവല് പോലല്ല വേറെ നോവൽ. എല്ലാത്തിലും ഒരേ കാര്യമാണ് അയാൾ പറഞ്ഞത്. അങ്ങനെ ആരും പറയില്ല. ചാട്ട കാളക്കച്ചവടക്കാരുടെ കഥയാണ്. വാണിയംകുളം ചന്തയുടെ കന്നുകാലിയുടെ കഥയാണ്. ഒരു വ്യത്യസ്ത ലോകം. തുടർന്നാണ് കരിമരുന്ന് എന്ന നോവൽ എഴുതി. അതിന്റെ കയ്യെഴുത്ത് പ്രതി ആദ്യം വായിച്ചത് ഉറൂബാണ്. ഉറൂബ് സാഹിത്യ പ്രവർത്തക സംഘത്തിന്റെ ഡയറക്ടർ ബോർഡിലുണ്ട്. താൻ അതിങ്ങോട്ട് കൊണ്ടുക നമുക്കിവിടെ പുസ്തകമാക്കാന്ന് പറഞ്ഞ് നോവൽ ക്ലബില് കരിമരുന്ന് പുസ്തകമായി. ഇപ്പൊ കുറെ അടി ശ്രമിച്ചതാണ്. രാമുകാരിയേട്ടന് വേണ്ടി സ്ക്രിപ്റ്റ് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന കാലത്താണ് രാമുകാരിയേട്ടൻ ഹൃദയസ്തംഭനം മൂലം മരിച്ചത്. അതിലെ പ്രമേയം വെടിക്കെട്ടുകാരുടെ ജീവിതം, അതുണ്ടാക്കുന്ന അപകടങ്ങള്, ആശങ്കകൾ എന്നിവയാണ്. അത് നോവൽ എഴുതുന്ന സമയത്ത് 10-30 പേര് ജോലി ചെയ്യുന്ന വെടിക്കെട്ട് നിർമ്മാണ ശാല. അവിടെ ഒരിടത്ത് വെച്ച സാധനത്തിന്റെ കൂടെ വേറൊന്ന് കൊടുന്ന് വെക്കാൻ പാടില്ല. രണ്ടും കൂടി കണ്ടാൽ കത്തിപ്പിടിക്കുന്ന പോലെ നെഗറ്റീവായുള്ള സാധനങ്ങൾ ഉണ്ട്. അങ്ങേയറ്റം ദൈവവിശ്വാസത്തോടു കൂടിയും ശ്രദ്ധയോടുകൂടിയും ചെയ്യേണ്ട കാര്യങ്ങളാണ്. അന്ന് ആ നോവൽ താരതമ്യേന അന്ന് നോവൽ വായനക്കാർ ധാരാളം ഉണ്ടായിരുന്നു. കരിമരുന്ന് റേഡിയോ നാടകമായി എന്നൊക്കെയാണ് എന്റെ ഓർമ്മ. ആണെങ്കിൽ ഞാൻ തന്നെയാണ് എന്റെ സ്ക്രിപ്റ്റ് ചെയ്യുന്നത്. അന്ന് ചെറിയ വെടിക്കെട്ട് നിർമ്മാണമൊക്കെയാണ്. അപകടങ്ങൾ അപൂർവമാണ്. നോവലിൽ അതിലെ ഒന്നങ്ങോട്ട് വിശദീകരിച്ചു. വലിയ 10-30 പേര് കൂടി ജോലി ചെയ്യുന്ന ഒരാള്, അതിൽ ആ വെടിക്കെട്ട് നിർമ്മാണശാല, അത് കംപ്ലീറ്റ് ചാർജ്. കഥയിൽ വീരൻ ചെട്ടിയ എന്നൊരു കഥാപാത്രമാണ്. ആ കഥാപാത്രത്തെ ജീവിച്ചിരിക്കുന്ന കഥാപാത്രങ്ങളുടെ പേരൊക്കെ ഒന്ന് മാറ്റിയിട്ടാണ്. വീരൻ ചെട്ടിയാരുടെ ജീവിതത്തിൽ പേര് വേർന്നായിരുന്നു. പക്ഷേ ക്രമേണ ആ വെടിക്കെട്ടിൽ നിയന്ത്രണം മനുഷ്യനെ വേണം എന്ന സ്ഥിതി വന്നു. ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു വെടിക്കെട്ട് കഴിയുമ്പോൾ കോടാനക്കോടി ജീവജാലങ്ങൾ ഭയന്ന് വിറയ്ക്കുകയാണ്. അവർക്ക് ഏറ്റവും ഭയം അഗ്നിയെയാണ്. എപ്പോഴാണ് കാട്ടുതീ വരിക? അഗ്നിയാണ് ഭയം. തേനീച്ചകൾ ഒഴിഞ്ഞു പോകണമെങ്കിൽ പുക അടിച്ചോടണം. തേനീച്ചകൾ സ്ഥലം വിടും, അവിടെ നിൽക്കുന്നത്. പക്ഷികളെ സംബന്ധിച്ചിടത്തോളം വെടിക്കെട്ടിന്റെ ശബ്ദം കേൾക്കുമ്പോൾ അവരിലുണ്ടാക്കുന്ന മാറ്റങ്ങള്, പല പക്ഷികളിലെയും മുട്ട വിരിയില്ല. അന്തരീക്ഷത്തിൽ അത്ര വലിയ സ്ഫോടനമാണ് ഉണ്ടാക്കുന്നത്.
ഒരാൾ അനുഭവം പറഞ്ഞു. കേരളത്തിലെ ഒരു ദേവാലയത്തിൽ, അത് കോഴിക്കോട് ജില്ലയിൽ തന്നെ, ആ അമ്പലത്തിന്റെ ചുറ്റും ധാരാളം കുരങ്ങന്മാർ ഉള്ള അമ്പലം. അവിടെ വെടിക്കെട്ട് നടന്ന ദിവസം കുരങ്ങന്മാര് അതിന്റെ ബുദ്ധിമുട്ടുകള്, കഷ്ടപ്പാടുകള്, ഭയന്ന് വിറച്ച് പല കുരങ്ങന്മാരും താഴോട്ട് പോകുന്നു. ആ നാട്ടുകാരൻ ഒരാൾ എന്നോട് വിവരിക്കുക. ഇതൊക്കെ പറയാന്ന് ഓർത്തിയുണ്ട്. കോഴിപ്രേമി എന്ന് പറഞ്ഞാൽ കോഴിയെ പ്രണയിക്കുന്നവരെയാണല്ലോ കോഴിപ്രേമി എന്ന് പറഞ്ഞത്. അതുപോലെ വെടിക്കെട്ട് പ്രേമികളുണ്ട്. ആ വെടിക്കെട്ട് എന്നുള്ളത് ബാക്കി ജീവജാലങ്ങൾ ജീവിക്കണ്ടേ, കൂടുകൂട്ടിയ പക്ഷികളുടെ സ്ഥിതി ചിന്തിക്കണ്ടേ. വെടിക്കെട്ടിന്റെ സമയത്ത് അവിടെ ഒരു ആലോ മാവോ ഉണ്ടെങ്കിൽ അതിന്റെ മുകളിൽ പക്ഷികൾ കൂട് കൂട്ടിയിട്ടുണ്ടോ എന്ന് ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? അവരെത്രമാത്രം ഭാവന ചെയ്തതാണ് ആ കൂട് കൂട്ടുന്നതും അതില് മുട്ട വിരിയുന്നു. ആ കുട്ടികൾ ഈ വെടിക്കെട്ടിന്റെ ശബ്ദം കേട്ട് ചാവുകയും താഴോട്ട് പതിക്കുകയും ചെയ്യുന്നില്ല. ഈ അഗ്നി ഇങ്ങോട്ട് കാണുമ്പോഴേക്കും ജീവജാലങ്ങൾക്ക് മുഴുവൻ ഭയമാണ്. പക്ഷി മൃഗാദികൾക്ക് തീ കാണുന്നു. അവരുടെ അനുഭവമാണ്. ആകാശത്തെ കണ്ട് പൊട്ടിക്കുന്നു. എന്നിട്ട് എന്ത് സംഭവിക്കുന്നു? കുരങ്ങൻ താഴോട്ട് വീണു ഭയന്നിട്ട്. ചെറിയ കുട്ടികളെയും തോളത്ത് വെച്ച് നിൽക്കുന്ന കുരങ്ങത്തി അമ്മമാരുണ്ടാവില്ല. അതിന് എന്ത് പഠിക്കണോ മനസ്സിലാക്കണോ എനിക്കറിയില്ല. കരിമരുന്ന് നോവൽ എഴുതിയിട്ടുണ്ട്. ഇങ്ങനെയും കുറെ ജീവിതം എന്നൊക്കെ പറഞ്ഞാലും വെടിക്കെട്ടിൽ നിന്ന് എന്താണ് മനസ്സിലാക്കുന്നത്? പുറത്തൊരു വെടി പൊട്ടുമ്പോൾ അത് പൊട്ടുന്നത് നമ്മുടെ അകത്തല്ലേ. അകത്തൊരു വെടി പൊട്ടാനാണല്ലോ പുറത്ത് വെടി പൊട്ടിക്കുന്നത്. ഇതിനൊന്നും ഉത്തരമില്ല. ഗുരുദേവൻ പറഞ്ഞ രണ്ടാമത്തെ കാര്യം വേറൊരുത്തം പറയാം. ഇന്ന് കരിമരുന്നിന്റെ കാര്യം പറഞ്ഞു. കരിയെക്കുറിച്ച് വേറൊരുത്തം പറഞ്ഞുകൊള്ളാമെന്ന് പറഞ്ഞ് വാക്കുകൾ സംഭവിക്കുന്നു. നമസ്കാരം.